Okay, next topic we have discussed about parity. ഇത് ഞാൻ ന്യൂക്ലിയർ സ്പിന്നിൻ്റെ സമയത്ത് പറയേണ്ട ഒരു കൺസെപ്റ്റായിരുന്നേ പാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു ടോപ്പിക്കും കൂടെ കാണുക. പാരിറ്റി. അപ്പോൾ പാരിറ്റി എന്ന് പറയുന്നത് സപ്പോസ് ഒരു വേവ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക, സൈ ഓഫ് എക്സ് വൈ സെഡ്. ഇപ്പോൾ ഒരു വേവ് ഫംഗ്ഷനാണ്. Under reflection or space inversion, the x coordinate changes to minus x and y coordinate changes to minus y and z coordinate changes to minus z. Under reflection or space inversion, the x coordinate changes to minus x, y coordinate changes to minus y and z changes to minus z. The new wave function is psi of minus x minus y and minus z is identical to psi of x y z. Then we can say the wave function has even parity. Psi of x y z has even parity. അതായത് നമ്മൾ ഒരു റിഫ്ലക്ഷൻ ചെയ്തു, ഒരു സ്പേസ് ഇൻവേർഷൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് എക്സ് മൈനസ് എക്സ് ആയി, വൈ മൈനസ് വൈ ആയി, സെഡ് മൈനസ് സെഡ് ആയി. ദെൻ ന്യൂ വേവ് ഫംഗ്ഷൻ ഈ സൈ ഓഫ് മൈനസ് എക്സ് മൈനസ് വൈ മൈനസ് സെഡ് ആണ്. അപ്പോൾ ആ കിട്ടിയ വേവ് ഫംഗ്ഷൻ ഒരു സ്പേസ് ഇൻവേർഷനോ റിഫ്ലക്ഷനോ ചെയ്തതിന് ശേഷം കിട്ടിയ ന്യൂ വേവ് ഫംഗ്ഷൻ ഒറിജിനൽ വേവ്, അതായത് ആദ്യത്തെ ഓൾഡ് വേവ് ഫംഗ്ഷനുമായിട്ട് ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ആ വേവ് ഫംഗ്ഷന് ഈവൻ പാരിറ്റി ആണെന്ന് പറയാം. ഓക്കെ, ഇഫ് സപ്പോസ് ദ ന്യൂ വേവ് ഫംഗ്ഷൻ ഈസ് സൈ ഓഫ് മൈനസ് എക്സ് മൈനസ് വൈ മൈനസ് സെഡ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് സൈ എക്സ് വൈ സെഡ് അണ്ടർ സ്പേസ് ഇൻവേർഷൻ ഓർ റിഫ്ലക്ഷൻ. അതായത് ന്യൂ വേവ് ഫംഗ്ഷൻ റിഫ്ലക്ഷനോ അല്ലെങ്കിൽ സ്പേസ് ഇൻവേർഷനോ കഴിഞ്ഞതിന് ശേഷം കിട്ടിയ ന്യൂ വേവ് ഫംഗ്ഷൻ മൈനസ് ഓഫ് സൈ ഓഫ് എക്സ് വൈ സെറ്റിന് ഈക്വൽ ആണെങ്കിൽ ആ വേവ് ഫംഗ്ഷന് സച്ച് വേവ് ഫംഗ്ഷൻ ഹാസ് ഓഡ് പാരിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാരിറ്റീന്, അപ്പോൾ എന്താണ് ഈവൻ പാരിറ്റി ഓഡ് പാരിറ്റി എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പാരിറ്റീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് പി ആണ്. സോ പി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് പി ഓഫ് സൈ ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സൈ ഓഫ് മൈനസ് എക്സ് മൈനസ് വൈ മൈനസ് സെഡ്. അപ്ലൈ ദ പാരിറ്റി ഓപ്പറേറ്റർ. ഇത് പാരിറ്റി ഓപ്പറേറ്റർ ആണ് പി. Applying the parity operator once more, p square psi of x y z equal to p of psi of minus x minus y minus z, that's equal to psi of x y z. Then we get p square equal to 1. ഇത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ദെൻ പി ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. ദാറ്റ് മീൻസ് പി ഹാസ് വാല്യൂസ് പ്ലസ് 1 ഓർ മൈനസ് 1. അപ്പോൾ പ്ലസ് 1 എന്ന് പറയുമ്പോൾ അതിനെന്തായിരിക്കും? വേവ് ഫംഗ്ഷൻ ഹാസ് ഈവൻ പാരിറ്റി ആയിരിക്കും. മൈനസ് 1 ആണെങ്കിൽ ദ ഫംഗ്ഷൻ ഹാസ് ഓഡ് പാരിറ്റി. ഓക്കെ, ഇൻ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റത്തിൻ്റെ കേസിൽ പി എന്ന് പറയുന്നത്, ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റം പി ഇസ് ഈക്വൽ ടു മൈനസ് 1 റേസ് ടു എൽ ആണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാർട്ട്. അപ്പോൾ പാരിറ്റി എന്ന് പറയുന്നത് ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റത്തിൽ പാരിറ്റി എന്ന് പറയുന്നത് മൈനസ് 1 റേസ് ടു എൽ ആണ്. ഹിയർ എൽ ഈസ് ദ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം. ഹിയർ എൽ ഈസ് ദ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം. Orbital angular momentum. So parity, value of parity depend on the values of L. If the L is even, then parity even ആയിരിക്കും. ഇവിടെ L ഈവൻ ആണെങ്കിൽ സപ്പോസ് എല്ലിൻ്റെ വാല്യൂ 0, 2,
3, 2, 4 വാല്യൂസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പീൻ്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് +1 ആയിരിക്കും. ദാറ്റ് മീൻസ് ഹാവിങ് ഈവൻ പാരിറ്റി ആയിരിക്കും. ഇനി എല്ലിൻ്റെ വാല്യൂ ഒരു ഓഡ് വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ 1, 3, 5 അങ്ങനെ വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ പീൻ്റെ വാല്യൂ -1 ആയിരിക്കും. ദാറ്റ് ഹാസ് ഓഡ് പാരിറ്റി ആയിരിക്കും. ഇനി ഫോർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ ടോട്ടൽ പാരിറ്റി എന്തായിരിക്കും? ഫോർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ അതെങ്ങനെയാണെന്ന് നോക്കാം. ഫോർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, സിസ്റ്റം ഹാവിങ് ഈവൻ നമ്പർ ഓഫ് ഓഡ് പാരിറ്റി, സിസ്റ്റം ഹാവിങ് ഈവൻ നമ്പർ ഓഫ് ഓഡ് പാരിറ്റി ആണെങ്കിൽ ഓഡ് പാരിറ്റി ഹാസ് ഈവൻ പാരിറ്റി ആൻഡ് സിസ്റ്റം ഹാസ് odd number of odd parity, odd number of odd parity, parities has odd parity. A system having even number of odd parities, even number of odd parities ആണ്. even number of odd parities has even parity and system having odd number of odd parities has odd parity. അപ്പോൾ എങ്ങനെയാണ്? a system having even number of odd parities has even parity, a system having odd number of odd parities has ഓഡ് പാരിറ്റി. അപ്പോൾ എങ്ങനെയായിരിക്കും പാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക? സോ ദാറ്റ് ഈസ് ടോട്ടൽ പാരിറ്റി ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ പാരിറ്റി, പ്രോഡക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ പാരിറ്റീസ്. പ്രോഡക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ പാരിറ്റീസ്. That is has odd parity. So product of total parity is the product of individual parity. ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സപ്പോസ് ഇതാണ് ഒരു വേവ് ഫംഗ്ഷൻ വിചാരിക്കാം. ഇതൊരു വേവ് ഫംഗ്ഷനാണ്. അണ്ടർ സ്പേസ് ഇൻവേർഷൻ ഓർ റിഫ്ലക്ഷൻ ഇതിൻ്റെ ഇൻവെർട്ടർ ആയിട്ടാണ് അതിൻ്റെ ഇമേജ് വരിക. റിഫ്ലക്ഷൻ ഇങ്ങനെയാണ് വരിക. അപ്പോൾ അതെന്തായിരിക്കും? ഇതിൻ്റെ വാല്യൂസ്, അതിൻ്റെ പാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവാണ് വരിക. ഇനി സപ്പോസ് വേറൊരു വേവ് ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വിചാരിക്കുക. അപ്പോൾ അണ്ടർ റിഫ്ലക്ഷൻ ഓർ സ്പേസ് ഇൻവേർഷൻ ദ റിഫ്ലക്റ്റഡ് ഇമേജ് ഈസ് ലൈക്ക് ദിസ്. അപ്പോൾ ഒറിജിനൽ ഏതാണ്, ഇൻവെർട്ടർ ഏതാണ്, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ സ്പേസ് ഇൻവേർഷൻ കഴിഞ്ഞിട്ടുള്ള വേവ് ഫംഗ്ഷൻ ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഒറിജിനലിന് ഈക്വലാണ്. ഇവിടെ എന്തായിരിക്കും? പാരിറ്റി പോസിറ്റീവാണ്. ഇതാണ് സിമ്പിളായിട്ടൊരു പാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഓപ്പറേറ്റർ വെച്ചിട്ടാണ്, പാരിറ്റി ഓപ്പറേറ്റർ. അപ്പോൾ അതിന് +1 ഉണ്ടാവും, -1 വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് പാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനുമാണ് ഇത്. നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് സ്പേസ് ഇൻവേർഷൻ കഴിയുമ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് ചേഞ്ചസ് ചെയ്തിട്ട് കിട്ടുന്ന ന്യൂ വേവ് ഫംഗ്ഷൻ ഒറിജിനൽ വേവ് ഫംഗ്ഷനുമായിട്ട് ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ഈവൻ പാരിറ്റിയാണ്, ഐഡൻറ്റിക്കൽ അല്ലെങ്കിൽ ഓഡ് പാരിറ്റിയാണ്. ഇത്രയാണ് പാരിറ്റീൻ്റെ ഒരു കൺസെപ്റ്റ് അറിയുന്നത്. ഓക്കെ.